ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ കരാർ അത് ഗുരുതരമായൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്നാരോപിച്ച് ഇസ്രയേൽ ഇന്നലെ ഗാസയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. വളരെ മോശമായ അവസ്ഥയിലേക്ക് തന്നെയാണ് ഒക്ടോബർ 10 നിലവിൽ വന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ ഇപ്പോൾ ചെന്നെത്തുന്നത്. ഇതിൻ്റെ കൂടുതൽ വാർത്താ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഗാസയിൽ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. പരസ്പരം വെടിനിർത്തൽ ലംഘനം ആരോപിച്ചുകൊണ്ട് ഇസ്രായേലും ഹമാസും ആക്രമണങ്ങൾ തുടർന്നു. ഹമാസ് ഭീകരർ വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇന്നലെ റാഫയിലാണ് വ്യോമാക്രമണം നടത്തിയത്. ഗാസയിലുണ്ടായിരുന്ന ഇസ്രായേലി സേനയ്ക്ക് നേർക്ക് ഹമാസ് ഒന്നിലധികം തവണ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. ഇസ്രായേലിലെ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായ പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 26 മുതൽ 45 വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹമാസ് ഗാസയിലെ സാധാരണ ജനങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളെ തകർക്കുമെന്നും US ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ലംഘിച്ചതിന് ഇസ്രായേലും ഹമാസും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്. ഇസ്രായേൽ 47 തവണ കരാർ ലംഘിച്ചുവെന്ന് ഹമാസ് ആരോപിക്കുമ്പോൾ ബന്ദികളായ 16 പേരുടെ മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകാത്തത് കരാർ ലംഘനമാണെന്ന് ഇസ്രായേൽ പറയുന്നു. വെടിനിർത്തൽ ലംഘനത്തെ തുടർന്ന് ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടിരുന്നു. ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന ഹമാസിൻ്റെ നിലപാടും വെടിനിർത്തൽ കരാറിന് ഭീഷണിയായി തുടരുന്നു. ഗാസയിൽ ഹമാസിന് 7000 പ്രവർത്തകർ ഇപ്പോഴുണ്ട്. US ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച മാനുഷിക സഹായം അതായത് ഇന്ന് ഒക്ടോബർ 20 ഗാസയിലേക്ക് പുനരാരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ വീണ്ടും നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എങ്കിലും റാഫ അതിർത്തി ക്രോസിംഗ് തുറക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ വെടിനിർത്തൽ കരാർ അപകടകരമായ അവസ്ഥയിലാണെങ്കിലും പൂർണ്ണമായ യുദ്ധത്തിലേക്ക് മടങ്ങേണ്ടതില്ല എന്ന സൂചനകളാണ് ഇരുപക്ഷത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്.